ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ നാട്ടിലെ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ ജനതയുടെ ഹെൽത്തിനെ ബാധിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനിപ്പോൾ MBBS ജോയിൻ ചെയ്തത് 1997 അപ്പം 28 കൊല്ലത്തോളമായി, 28-29 കൊല്ലമായി മെഡിസിൻ എന്ന് പറയുന്ന ഫീൽഡിലേക്ക് വന്നിട്ട് MBBS ജോയിൻ ചെയ്ത് കഴിഞ്ഞ് MD ചെയ്ത് DM ചെയ്ത് പിന്നെ പ്രാക്ടീസ് തുടങ്ങിയിട്ട് തന്നെ 15-16 കൊല്ലത്തോളമായി. അപ്പോൾ എന്താണ് ഇതിൽ വന്ന വ്യത്യാസം? നമ്മുടെ MBBS ഗ്രാജുവേഷൻ നമ്മളൊക്കെ എടുക്കുന്ന സമയത്ത് MBBS ആകപ്പാടെ കേരളത്തിൽ 5 കോളേജേ ഉണ്ടായിരുന്നുള്ളൂ. 5 കോളേജിന് ചേർന്ന് ഒരു 600-700 സീറ്റ് ഒരു വർഷം ഉണ്ടായിരുന്നു. വളരെ നല്ല ക്വാളിറ്റിയിലാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെല്ലാം പഠിച്ചുകൊണ്ടിരുന്നത്. നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, കുട്ടികൾക്കെല്ലാം ജോലി കിട്ടുമായിരുന്നു. പക്ഷേ ഇന്ന് എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ഈ 600-നേക്കാൾ 10 ഇരട്ടിയോളമായി ഒരു 5000-5500 സീറ്റോളം ഇന്ന് കേരളത്തിൽ മാത്രമുണ്ട്. ഒരു 4000-5000 പേര് കേരളത്തിന് പുറത്തു പോയിട്ട് ചൈന അല്ലെങ്കിൽ റഷ്യ, ഫിലിപ്പൈൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയിട്ട്, ഉക്രൈൻ അവിടെയൊക്കെ പോയിട്ട് MBBS പഠിക്കുന്നുണ്ട്. അവർ കേരളത്തിൽ ഒരു വർഷം ഇപ്പോൾ പാസ് ഔട്ട് ആകുന്നത് 10,000 പേരോളം ആളുകൾ, മലയാളികൾ ഒരു വർഷം പാസ് ഔട്ടായിട്ട് കേരളത്തിൽ വരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് WHO ഒരു ഡോക്ടർ പോപ്പുലേഷൻ റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. 1:1000 ആണ് ഡോക്ടർ പോപ്പുലേഷൻ റേഷ്യോ. കേരളത്തിൽ ഇന്ന് അത് 400-500 അടുത്താണ്. പലപ്പോഴും ടൗണുകളിലൊക്കെ 200 പേർക്ക് ഒരു ഡോക്ടർ എന്ന രീതിയിലാണ് അതിൻ്റെ ഒരു കണക്ക് വരുന്നത് അർബൻ ഏരിയാസിൽ. അതുകൂടി ബാക്കി ഹോമിയോയും ആയുർവേദം ബാക്കി ഡോക്ടേഴ്സിനെ കൂട്ടുവാണെങ്കിൽ ചിലപ്പം 1:150 200 ഒക്കെ വരാം. അതിൽ താഴെയും 100 പേർക്കൊരു ഡോക്ടർ എന്ന രീതിയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൽ ഇപ്പോൾ ഡോക്ടർമാരുടെ എണ്ണം കൂടി. നല്ലതാണോ? ഒരു തരത്തിൽ നല്ലതാണ്. ഒരു അഡിക്വേറ്റ് മാൻ പവർ വരുമ്പോൾ ജനറലി ഒരു ആൾക്കാർക്ക് അക്സസിബിലിറ്റി വരും. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ടൊരു പ്രശ്നമുണ്ട്. ഇന്നത്തെ കാലത്ത് ഡോക്ടർമാർ, ഇപ്പോൾ എസ്പെഷ്യലി ഫ്രഷ് ഗ്രാജുവേറ്റ്സ്, കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. ഫ്രഷ് ഗ്രാജുവേറ്റ്സിന് ജോലി കിട്ടാനില്ല. ഒരു റിയാലിറ്റിയാണ്. ജോലി കിട്ടാനില്ല. ജോലി കിട്ടുന്നവർക്ക് തന്നെ വളരെ ചെറിയ സാലറിയാണ് പലപ്പോഴും കിട്ടുന്നത്, എസ്പെഷ്യലി MBBS കഴിഞ്ഞ കുട്ടികൾക്ക്. ഇവർ പ്രതീക്ഷിക്കുന്നത് പലപ്പോഴും ഡോക്ടർ ആയിക്കഴിഞ്ഞാൽ ഒരു ജോബ് സെക്യൂരിറ്റി ഉണ്ട്, നല്ലതാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചാൽ കുറേ ആളുകൾ പാഷനേറ്റായിട്ട് എടുക്കുന്നവരാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യണം, എനിക്ക് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം, അങ്ങനെ എടുക്കുന്നവരുണ്ട്. പക്ഷേ കുറേ ആളുകൾ പെട്ടെന്ന് തന്നെ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. എസ്പെഷ്യലി പുറത്തുപോയി പഠിക്കുമ്പോൾ 50-60 ലക്ഷം രൂപ, അതിൽ കുറച്ച് പുറത്തു പോകുന്ന ആൾക്കാരുടെ കാര്യം ഞാൻ പറയാം. 50-60 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് ഇപ്പോൾ ചൈനയിലോ റഷ്യയിലോ ഒക്കെ പോയി പഠിച്ചിട്ട് വരുന്നത്. ഇവർക്ക് അവിടെ നിന്ന് പഠിച്ച് വന്നു കഴിഞ്ഞാൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എന്നാണ് ഇവർ വിളിക്കുന്നത്. അവർ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടി വരുന്ന അവർക്കൊരു എക്സാം എഴുതണം. അവർ ലൈസൻസിങ് എക്സാം എഴുതണം. ഈ ലൈസൻസിങ് എക്സാം എഴുതാൻ തന്നെ പലപ്പോഴും അതിൻ്റെ പാസ് പെർസെൻറ്റ് 10%, 15% ഒക്കെയാണ്. അതായത് 10 പേര് 8 പേര് 9 പേര് തോറ്റു പോകും. ഒരാളായിരിക്കും ജയിക്കുന്നത്, 2 പേരായിരിക്കും ജയിക്കുന്നത്. ജയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ബുദ്ധിമുട്ടി അവരുടെ ലാംഗ്വേജിലൊക്കെ അവരുടെ പഠിത്തവും അവിടുത്തെ ഫെസിലിറ്റീസും പല കോളേജിലെയും വളരെ ഡൂബിയസ് ആണ്. വളരെ അത്രയും നല്ല ഒരു കണ്ടീഷനല്ല അവർ പഠിക്കുന്നത്. അതുകൊണ്ടായിരിക്കും പാസ്സാകാൻ ബുദ്ധിമുട്ടാണ്. അത് പാസ്സായി കഴിഞ്ഞതിന് ഇൻറ്റേൺഷിപ്പ്, ഈ നാട്ടിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനായിട്ട് ഹൗസ് സർജൻസിയൊക്കെ ചെയ്യണമല്ലോ. ഇൻറ്റേൺഷിപ്പ് ചെയ്യാനായിട്ട് അവർക്ക് പലപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. 1 വർഷം 2 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ എത്ര 6 വർഷമായി, പിന്നെ 1-2 കൊല്ലം കൊണ്ട് അവർ FMG എക്സാം പാസ്സായി 8 കൊല്ലമായി, പിന്നെ 1-2 കൊല്ലം ഇൻറ്റേൺഷിപ്പ് ചെയ്ത് 10 കൊല്ലം കഴിയുമ്പോഴാണ് ഒരു MBBS ഡിഗ്രി കിട്ടുന്നത്. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ 60 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ഈ കുട്ടികൾ പഠിക്കുന്നത്. ശോഭനമായ ഭാവി മുമ്പിൽ കണ്ടുകൊണ്ടാണ് അവർ പോയി പഠിക്കുന്നത്. പക്ഷേ ഹാർഡ് റിയാലിറ്റി എന്താണ്? അവർക്ക് പലപ്പോഴും ജീവിതത്തിൻ്റെ 10 വർഷത്തിന് ശേഷമാണ് അവർക്ക് MBBS ഡിഗ്രി തന്നെ കിട്ടുന്നത്. അത് തന്നെ കിട്ടാത്ത ആളുകൾ കുറേ പേര് ഫ്രസ്ട്രേറ്റഡ് ആയുള്ള പിള്ളേരെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അവർക്കൊരു ബേസിക് സ്കില്ല് പോലും ഇല്ലാതെയാണ് അവർ ചിലപ്പോഴും തിരിച്ചു വരുന്നത്. അവരിവിടെ വന്നിട്ട് വേണം പണി പഠിക്കാൻ പോലും. എന്താണ് ചെയ്യേണ്ടത്, BP നോക്കേണ്ടത് എങ്ങനെയാണ് ഒരു രോഗിയെ കണ്ട എന്തൊക്കെയാണ് എക്സാം ചെയ്യേണ്ടത്, അതൊക്കെ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്. ചില പ്രത്യേക സ്ഥലങ്ങളിലുള്ളവർ, ഇവരൊക്കെ നല്ല കുട്ടികളായതുകൊണ്ട് ഇൻ്റലിജൻസ് ഇല്ലാത്തതുകൊണ്ടല്ല, അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ പറ്റിപ്പോകുന്നതാണ്. അത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? അപ്പോഴാണ് അവർ ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ്, അതായത് ഇന്ത്യയിൽ 5-5.5 കൊല്ലം കൊണ്ട് പഠിച്ചിറങ്ങുന്ന പിള്ളേരുടെ ലെവലിൽ എത്തുന്നത് ഈ 10-12 കൊല്ലം കൊണ്ട് ഓൾമോസ്റ്റ് ഡബിൾ ടൈം എടുക്കുന്നു. അപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിൻ്റെ കാര്യമായാലും അപ്പോൾ MBBS കഴിഞ്ഞ കുട്ടികളുടെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു. അവിടെ പലപ്പോഴും അവരുടെ സാലറിയിൽ സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ വളരെ പരിപാലനമാണ്. 20,000, 15,000, 20,000 രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളെ എനിക്കറിയാം. 25,000 കിട്ടിയ വലിയ കാര്യമായി എന്ന് പറഞ്ഞ് ജോലി ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം. കാരണം ഞാൻ പറഞ്ഞു, ഓവർ സപ്ലൈ ആണ്. എന്തിന് ഇത്രയും കോളേജുകൾ തുടങ്ങിയെന്ന് എനിക്കറിയില്ല. അതോടൊപ്പം തന്നെ ഈ കുട്ടികളിങ്ങനെ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ അവർ ജോലി കിട്ടാതെ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ അവരുടെ കൂടെ തന്നെ ഒരു IT പഠിച്ചിറങ്ങുന്ന ഒരാൾ, ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ അല്ലെങ്കിൽ എന്തെങ്കിലുമായി പഠിച്ചിറങ്ങിയാൽ 3-4 വർഷത്തിന് ശേഷം ജോലി കിട്ടുമ്പോൾ അതിൽ കിട്ടുന്ന പകുതി ശമ്പളം പോലും ഇവർക്ക് 5-6 കൊല്ലം കഴിഞ്ഞ് കിട്ടില്ല എന്നാകുമ്പോൾ എന്താ സംഭവിക്കുക? നല്ല കുട്ടികൾ മെഡിസിൻ എടുക്കാത്ത രീതിയിലേക്ക് വരും. പണ്ട് ടോപ്പേഴ്സ് സമൂഹത്തിലെ ഏറ്റവും നല്ല ഒരു ഇൻ്റലക്ച്വലി നല്ല രീതിയിൽ മുമ്പിൽ റാങ്ക് കിട്ടുന്ന കുട്ടികൾ എടുക്കുന്ന ഒരു പ്രൊഫഷനായിരുന്നു മെഡിസിൻ. അതിൽ നിന്ന് മാറി അത് ഫസ്റ്റ് ചോയ്സ്, സെക്കൻഡ് ചോയ്സും തേർഡ് ചോയ്സും ആയി പോകുന്ന രീതിയിലേക്ക് അത് പോകുന്നു.
അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിന് തന്നെ തകരാണ്. കാരണം ഹ്യൂമൻസ് ആർ ഗോയിങ് ടു ആണല്ലോ മെഡിസിൻ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത്, അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് നോക്കേണ്ടത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളിൽ വരാതാകുമ്പോൾ എന്ത് പറ്റും, നല്ല ക്വാളിറ്റിയുള്ള ഡോക്ടേഴ്സുകളുടെ എണ്ണം കുറയും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹെൽത്ത് സിസ്റ്റം തന്നെ പതുക്കെ ഡിറ്റോറിയേറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് MBBSനെ ഇപ്പം കുട്ടികളെ പേടിപ്പിക്കാനൊന്നുമല്ല, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു 6 വർഷത്തെ സ്ട്രഗിളിന് ശേഷം നമ്മൾ ഇന്ത്യയിൽ പഠിച്ചു. അപ്പം പുറത്താണെങ്കിൽ 10 വർഷം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഇന്ത്യയിലാണ് 5-6 വർഷം കൊണ്ട് പഠിച്ചിറങ്ങാം. 5-5.5 വർഷം കൊണ്ട് കോഴ്സ് കഴിഞ്ഞ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും നീറ്റ് PG നമുക്ക് അടുത്തൊരു എൻട്രൻസ് എക്സാം ഉണ്ട്. വളരെ ടഫായുള്ള എക്സാമാണ്. കാരണം MBBSനുള്ള സീറ്റ്സിൻ്റെ പകുതി താഴെ മാത്രമേ MD സീറ്റ്സ് ഉള്ളൂ. അതുതന്നെ നല്ല സീറ്റ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. അതിൽ തന്നെ പല സീറ്റുകളും പ്രീ ക്ലിനിക്കലും പാരാക്ലിനിക്കലും ഒക്കെ മാറ്റി കഴിഞ്ഞാൽ ക്ലിനിക്കൽ സീറ്റുകളുടെ എണ്ണം തീരെ കുറവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതെടുക്കുന്ന ആളുകളുടെ എണ്ണവും അതിൽ കിട്ടാനുള്ള സ്ട്രഗിൾ വളരെ കൂടുതലാണ്. അതും കഴിഞ്ഞ് അത് എടുത്തു കഴിഞ്ഞ ശേഷം DM എടുക്കാനായിട്ട് വീണ്ടും ഒരു 3 കൊല്ലം, അപ്പം 6 ഒരു കൊല്ലം നിന്ന് പഠിച്ച് 7 കൊല്ലം 8 കൊല്ലം കൊണ്ട് നമുക്ക് MD കിട്ടി. MD കഴിഞ്ഞ് അത് പഠിച്ച് 3 കൊല്ലം കൊണ്ട് 11 കൊല്ലം കൊണ്ട് കഴിഞ്ഞ് പിന്നെ 1 കൊല്ലം കൊണ്ട് ഇരുന്ന് പഠിച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി കഴിഞ്ഞ് വരുന്നത് 15 വർഷത്തിന് ശേഷമാണ് പലപ്പോഴും സൂപ്പർ സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞ് ഒരു കാർഡിയോളജിയോ റുമറ്റോളജിയോ അല്ലെങ്കിൽ നെഫ്രോളജിയോ ഒക്കെ ആയിട്ട് ആളുകൾക്ക് പഠിച്ചിറങ്ങാൻ സാധിക്കുന്നത്. ഒരു വലിയൊരു പീരീഡാണ്. അപ്പോൾ അത് തെറ്റാണെന്നൊന്നുമല്ല. വളരെ എനിക്കിപ്പം ഞാൻ ആസ് എ ഡോക്ടർ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന പ്രൊഫഷനാണ്. ആളുകളെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നു, ആളുകളോട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നു, നമുക്ക് സമൂഹത്തിൽ നല്ലത് ചെയ്യാൻ സാധിക്കുന്നു. ഞാൻ വളരെയധികം പാഷനേറ്റാണ്. പക്ഷേ എനിക്ക് ആളുകളോട് പറയാനുള്ളത്, കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ മെഡിസിൻ എടുക്കുമ്പോൾ ഈ ഹാർഡ് റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് വേണം മെഡിസിൻ നിങ്ങൾ എടുക്കാനായിട്ട്. ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി പുറത്ത് പോകുന്നതൊക്കെ 60 ലക്ഷം രൂപ കൊടുത്ത് പോകുന്നതൊക്കെ വർത്താണെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതായിരിക്കും എൻ്റെ ഒറ്റ വാക്കുള്ള ഒരു ഉത്തരം. കഴിയുന്നതും ഇന്ത്യൻ കോളേജ് കിട്ടിയാൽ ഇതേ ഓൾട്ടർനേറ്റ് പ്രൊഫഷൻസ് ഇഷ്ടം പോലെ ഉണ്ടിപ്പോൾ. അപ്പോൾ അതിലേക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും കുറച്ചുകൂടി നല്ലൊരു സ്ട്രാറ്റജി. കാരണം അതിൻ്റെ പാസ് പെർസെൻറ്റേജും അതിൻ്റെ ഒരു സ്ട്രഗിൾസും നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, അതുപോലെ ഇപ്പോൾ എവിടെയെങ്കിലും നല്ലത് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നല്ല കോളേജാണോ എങ്ങനെയാണെന്ന് തിരക്കിയ ശേഷം മാത്രം, അവിടെ നിന്ന് വരുന്ന കുട്ടികളുടെ FMG എക്സാം എഴുതിയ ശേഷം എത്രയാണ് പാസ് പെർസെൻറ്റേജ് തുറക്കിയ ശേഷം മാത്രമേ നിങ്ങൾ അതിലേക്ക് എടുത്ത് ചാടാവൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറച്ചൊരു ലോങ് സ്ട്രഗിൾ ഉള്ളൊരു പ്രൊഫഷനാണ്. കുറച്ച് കൂടുതൽ നാൾ നമ്മുടെ ജീവിതത്തിൽ ഡെഡിക്കേറ്റ് ചെയ്ത് നമുക്ക് ആളുകൾക്ക് പാഷനേറ്റ് ആയിട്ട് ഈ പാഷൻ നമുക്ക് ഈ പ്രൊഫഷനോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രൊഫഷൻ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ കാശ് ഗ്ലാമർ അത് മാത്രം കണ്ട് ഇതിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നിരാശയായിരിക്കും ഫലം. അപ്പം ഗവൺമെൻറ്റിനോടും എല്ലാവരോടും പറയാനുള്ളത്, സമൂഹത്തോട് പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു മെഡിക്കൽ പ്രൊഫഷൻ വളരെ ടൈറ്റായിട്ടുള്ളൊരു പ്രശ്നത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളെല്ലാം കുറേ ആളുകൾ കണ്ടു കാണും. ഇങ്ങനെ കുറച്ച് റീലുകളെ കുറച്ച് ദിവസം മുമ്പ് വന്നിരുന്നു. ഒരാൾ MBBS പഠിച്ച ഒരു കൊച്ച് അവിടെ ബാംഗ്ലൂർ പോയി വെറും 15,000 രൂപയ്ക്ക് ജോലി ചെയ്യാൻ ശ്രമിച്ചു. അത് തന്നെ നൈറ്റ് ഡ്യൂട്ടി എല്ലാ ദിവസവും ചെയ്യണം. അപ്പോൾ അവരോട് ചോദിച്ചു, എനിക്ക് സാലറി ഹൈക്ക് തന്നുകൂടെ, നീ വേണേൽ ഇട്ടിട്ട് പോക്കൂ, 10,000 ജോലി ചെയ്യാൻ 10 പേര് ക്യൂ നിൽക്കുവാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഓവർ സപ്ലൈ ഉള്ളതും ഡിമാൻഡ് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഡിമാൻഡിനേക്കാളും കൂടുതൽ സപ്ലൈ ഉണ്ട് മാർക്കറ്റിൽ. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്തായാലും സാലറി കുറയും. അപ്പോൾ സാലറി കുറയുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാകും. അങ്ങനെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാകുമ്പോൾ അതിലോട്ട് വരുന്ന നല്ല കുട്ടികളുടെ എണ്ണം കുറയും. അത് ഹെൽത്ത് കെയറിൻ്റെ ഒരു ക്വാളിറ്റിയെ കുറയ്ക്കുന്നു. അപ്പോൾ വളരെ ഒരു ചലഞ്ചിങ് ആയുള്ള സമയത്ത് കൂടെയാണ് ഈ ഒരു മെഡിക്കൽ പ്രൊഫഷൻ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്ത്, നമ്മൾ സാധാരണ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാറില്ല, പക്ഷേ എനിക്ക് തോന്നി ഇത് വളരെയധികം കുട്ടികൾ, നമ്മുടെ കേരളത്തിൽ തന്നെ വളരെയധികം കുട്ടികൾ അപ്പിയർ ചെയ്യുന്നൊരു എക്സാമാണ് അപ്പോൾ നീറ്റ്. അപ്പോൾ അവർ ഈ സത്യം അറിയാതെ ഒരിക്കലും ഇങ്ങനെ പോയി ഇതിലെടുത്ത് ചാടരുത്. എസ്പെഷ്യലി പുറത്തേക്ക് പോകുന്നവർ വളരെ കോളേജ് നല്ലതാണോ, നല്ല കോളേജാണോ എന്നൊക്കെ മനസ്സിലാക്കി എന്തിനു വേണ്ടിയാണ് പോകുന്നത്, ഈ സ്ട്രഗിളിന് തയ്യാറാണെങ്കിൽ മാത്രമേ ഇതിലേക്ക് പോകാവൂ.